വളരെ സൂക്ഷ്മമായിട്ടൊരു ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം. ഇയാളോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇന്ന കാര്യം ചെയ്താലേ കമ്പനി വളരുള്ളൂ. നിങ്ങൾ ചെയർമാൻ അല്ലെങ്കിൽ ഫൗണ്ടർ മാറി നിൽക്കണം. ഓക്കെ. നിങ്ങൾ ദൂരെ നിൽക്കണം. നിങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കണം. അങ്ങനത്തെ കുറേ കാര്യം ഏതൊക്കെയോ മീറ്റിങ്ങിലൊക്കെ പോയപ്പോൾ ഏതൊക്കെയോ ഈ കോച്ച്മാർ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. പുള്ളി ഇത് മൊത്തം ലൈഫിൽ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എടുത്ത് ഫുൾ അബ്സോർവ് ചെയ്തിട്ട് പുള്ളി എന്താ വെച്ചാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പുള്ളി എന്ത് ചെയ്ത് പുള്ളി ഫുൾ ടൈം ഓഫീസിലുണ്ടാവും. പക്ഷെ പുള്ളി റെഗുലർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വിത്ത് ദ സ്റ്റാഫൊക്കെ എടുത്തത് ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ ആ പുള്ളിയായിരുന്നു ഈ ബിസിനസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പുള്ളിയുടെ ഉള്ളിലാണ് ഈ ബിസിനസിന്റെ എല്ലാം ഉള്ളത്. അടുത്ത 20 വർഷം കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്താവണമെന്നും ഈ നാളെ ഈ ബിസിനസ് എന്താവണമെന്നും ഒക്കെ ഉള്ളത് ഈ പുള്ളിയുടെ ഉള്ളിലാണ്. പുള്ളി ഫുള്ള് മാറി നിന്നോടുകൂടി എന്ത് സംഭവിച്ചു? ബിസിനസിന്റെ ഉള്ളിലുണ്ടായിരുന്ന കോർ പർപ്പസ് നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ട് ബിസിനസിന്റെ സെയിൽസിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങി, മാർക്കറ്റിംഗിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങി, ബ്രാൻഡ് വാല്യൂവിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങി. എത്ര അന്വേഷിച്ചിട്ടും കാര്യം മനസ്സിലാവുന്നില്ല. ഭയങ്കര സക്സസ്ഫുൾ ആയി പോവാണ്. ഓൾ ഓഫ് എ സഡൻ പുള്ളി പഠിച്ച് വരികയാണ്. പുള്ളി ഹി വാസ് ലേണിംഗ്. എല്ലാവരുടെ അടുത്തും പഠിക്കുന്നു. എല്ലാ സ്ഥലത്തും പോകും, എല്ലാവരെയും ചോദിക്കും, എല്ലാ ഇൻസ്റ്റാഗ്രാം വീഡിയോയും കാണും, പഠിക്കുകയാണ്. പക്ഷെ പഠിച്ചിട്ട് അതിൽ നിന്ന് മറ്റുള്ളവർ പറയുന്നത് മാത്രം ശരിയെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ശരിയാണ്, നിങ്ങളാണ് ശരി. നിങ്ങൾ ശരിയായത് കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് ഇന്ന് എവിടെയുണ്ടോ അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ശരികളിലേക്ക് ബാക്കിയുള്ള ഒരാളുടെ ശരികളെ കൊണ്ടുവെക്കാനേ പാടുള്ളൂ. നിങ്ങളുടെ ശരികളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വേറൊരാളുടെ ശരികൾ നിങ്ങൾക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരിക്കലും മസ്ക് ആവാൻ പറ്റില്ല, എനിക്കൊരിക്കലും ബിൽഗേറ്റ്സ് ആവാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ബിൽഗേറ്റ്സ് ആവും ബിൽഗേറ്റ്സ് മാത്രമേ പറ്റുള്ളൂ. സ്റ്റീവ് ജോബ്സും ബിൽഗേറ്റ്സും മസ്കും അങ്ങനെ ബഫയും ഓരോരുത്തരെയും നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. ഇവരാരും ഒരേ മനുഷ്യന്മാരൊന്നുമല്ല. ഇവർക്കാർക്കും നമ്മളെപ്പോഴും പറയും പേഴ്സണൽ ട്രേറ്റ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. നിങ്ങളുടെ കഴിവുകളെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു പലരും പറയാറുണ്ട്. എനിക്ക് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഫോബ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ക്ലൈൻറ്റ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിടക്കുക, രാവിലെ ഞാൻ എണീറ്റു എന്നുള്ളൂ, 11 മണിക്കൊക്കെ എണീക്കുക അത്രേ. പുള്ളി ഭയങ്കര സക്സസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും പറയും ബിൽഗേറ്റ്സിനെ പോലെ 5 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ മസ്കിനെ പോലെ 6 മണിക്ക് എഴുന്നേറ്റ് നോട്ട് എഴുതണം. നോ, ദാറ്റ്സ് നോട്ട് ട്രൂ. വാട്ട് യു ആർ ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്താണ് എന്നുള്ളതിൽ മനസ്സിലാക്കാതെ മറ്റൊരു കോച്ചോ ഗുരുവോ ബിസിനസ് ട്രെയിനറോ ആരും പറയുന്നത് കടമെടുക്കാൻ നോക്കരുത്. നിങ്ങളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. അവർ പറയുന്നതിൽ ഇപ്പം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, പഠിക്കുക എന്ന് പറയുന്നത് കോപ്പി അടിക്കലല്ല. പഠിക്കുക എന്ന് പറയുന്നത് വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് കളയുകയും ചെയ്യുന്നതിനെയാണ് പഠിക്കുക എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ പഠിക്കുന്നതിൽ നിന്ന് ഞാൻ എന്ത് എടുക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ബാക്കിയുള്ളവർ പറയുന്ന മുഴുവൻ ഞാൻ അബ്സോർവ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഒരു 10 വർഷം, ഒരു 5-8 വർഷം മുമ്പ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ആര് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ജോബി ഒരു ചെയർമാനായി മാറുന്നില്ല, നിങ്ങൾ ബ്രാൻഡ് സ്വാമിയായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ മുകളിൽ നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണ്. അതല്ലേ എൻ്റെ സ്ട്രെങ്ത്തും. അതാണ് എൻ്റെ സ്ട്രെങ്ത്ത്. ടീമിനെ കൂടെ നിർത്താൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രെങ്ത്ത്. ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രെങ്ത്ത്. അതിനെ ഞാൻ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് ഞാൻ തമാശ പറയുന്നത് തെറ്റായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് ഞാൻ ചിരിക്കുന്നതിന് എന്താണ് ഇത്ര തെറ്റായിട്ട് കാണുന്നത്? എനിക്കെന്താ ചിരിച്ചുകൂടെ? എനിക്ക് ചിരിക്കാം, എനിക്ക് കരയാം. അതൊക്കെ എൻ്റെ കോർ ഇന്നേറ്റ് ആയിട്ടുള്ള എൻ്റെ നാച്ചുറലുള്ള സാധനമാണ്. അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ വളർത്താൻ പറ്റുമ്പോഴാണ് നമ്മൾ വളരുള്ളൂ. വേറൊരാൾ പറയുന്നത് അതേപടി എടുത്തിട്ട് വേറൊരാളുടെ കുപ്പായം നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. എൻ്റെ കുപ്പായല്ലേ എനിക്കിടാൻ പറ്റുള്ളൂ, എൻ്റെ സൈസ് ശരിയാവണ്ടേ. അപ്പോൾ വേറൊരാളുടെ കുപ്പായം ഇടാൻ നോക്കണ്ട, സ്വന്തം കുപ്പായം ഇട്ട് ജീവിച്ചാൽ നന്നായി വരും.